ചേച്ചി, ഇത് ഈ പുലാമന്തോള് സ്കൂളിൽ പഠിച്ച അനിലയുടെ വീടല്ലേ? അതെ. ഞാനേ 8ാം ക്ലാസ് വരെ അവളെ കൂടെ പഠിച്ചതാ. വന്ദന. നിങ്ങൾ അനിലയുടെ ചേച്ചിയല്ലേ? വന്ദന? എനിക്ക് ഓർമ്മ കിട്ടണില്ല കേട്ടോ. എനിക്ക് അനിതേച്ചിനെ നല്ല ഓർമ്മയുണ്ട്. എനിക്ക് എൻ്റെ കൂടെ പഠിച്ചവരെന്നെ കണ്ടാലറിയണില്ല. വീടൊക്കെ ഒരുപാട് മാറിയില്ലേ ചേച്ചി? അതെൻ്റെ കല്യാണത്തിന് നേരെയാക്കിയതാ. ഇപ്പം വീണ്ടും പൊളിക്കാനായി. ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ? കുട്ടിയോടെ സ്കൂളിൽ പോയി. ഏട്ടൻ പട്ടാമ്പിക്ക് പോയി, മെക്കാനിക്കാണേ. പിന്നെ അച്ഛൻ്റെ അമ്മ പോയ കാര്യം അറിയാലോ അല്ലേ? രണ്ടാളും പോയില്ലേ? അകത്തേക്ക് വാ. ഞാൻ അമ്പലത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ്. ഇല്ല ചേച്ചി, ഞാൻ സ്കൂളിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതിന് വന്നതായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ അവളുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. പിന്നെ വരാം കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെയും മുന്നേ അവൾ പോയി. അവൾ ഓർത്തിട്ടാണ് നേറി അച്ഛനും അമ്മയും. ഞാനേ ഇതൊന്നും അറിഞ്ഞില്ലേ. ഞങ്ങൾ 8ാം ക്ലാസ്സിൽ തന്നെ ഞങ്ങൾ ഇവിടുന്ന് വീടൊക്കെ വിറ്റിട്ട് പോയില്ലേ. പിന്നെ പഠിച്ചതൊക്കെ മലപ്പുറത്തായിരുന്നേ. 8ാം ക്ലാസ്സിൽ തന്നെയാണ് ഓളും പോയത്. സ്കൂളിലേക്കാണ് നല്ല പോയ കുട്ടിയാണ്. പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അച്ഛൻ ഒരുപാട് അന്വേഷിച്ചു. പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരുപാട് കയറി ഇറങ്ങി. ഒരിതും ഉണ്ടായില്ല. സമയം ഒത്തിരിയായി ചേച്ചി, ഞാൻ ഇറങ്ങട്ടെ. എന്നാൽ ശരി കേട്ടോ. ചേച്ചി, ഇനി അവളെന്നെ എന്തെങ്കിലും ചെയ്തതാണെങ്കിലോ? അതിനൊരു കാരണം വേണ്ടേ കുട്ടിയെ? ഇവിടെ എന്ത് പ്രശ്നമുള്ളത്? അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് വളർത്തിയത്. ചേച്ചി ഇപ്പോഴും എന്ത് സുന്ദരിയാ, നല്ല വെളുത്തിട്ടാ. ഇത് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ എന്നും അടി ഉണ്ടാക്കൽ. അവൾ കുറച്ച് കറുത്തിട്ടാണല്ലോ. അന്ന് രാവിലെ അന്ന് രാവിലെയും കൂടെ ഇത് പറഞ്ഞിട്ടാണ് അടി ഉണ്ടാക്കിയിട്ട് അവളങ്ങനെ പോയതാ. ഓളെ ഞങ്ങൾ വിളിച്ചിരുന്നത് തന്നെ കൺമഷി എന്നാണ്. മോളെ കൺമഷി,